ഒരു മാതാവ് തൻ്റെ കുട്ടിയുമായി ഒരു കടയിൽ ചെന്നു. കുട്ടിക്ക് ഗ്യാസ് മിഠായി വേണം. എന്നാൽ ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വഴിയിൽ കാണുന്ന ഗ്യാസ് മിഠായി പോലെയുള്ള കാര്യങ്ങളൊന്നും കുട്ടിക്ക് മേടിച്ച് കൊടുക്കരുത്. അത് കഴിക്കുന്ന മരുന്നിന് നന്മയായി തീരുകയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആ കാര്യം മനസ്സിൽ വെച്ചിട്ടുമുണ്ട്. കുട്ടിക്ക് ഗ്യാസ് മിഠായി വേണം. അവൻ കടക്കാരോട് നേരിട്ട് ചോദിച്ചു, അവന് ഗ്യാസ് മിഠായി വേണം. പുറകിൽ നിന്ന അമ്മ കടക്കാരനെ കണ്ണുകൊണ്ട് അടച്ചു കാണിച്ചു. കൊടുക്കരുത്, വേണ്ട. കടക്കാരൻ കാര്യം മനസ്സിലാക്കി കുട്ടിയോട് പറഞ്ഞു, ഗ്യാസ് മിഠായി ഇല്ല, മറ്റു പല മിഠായികളും ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. അവനവിടെ അല്പം നീരസപ്പെട്ടു, പിണങ്ങി. പിന്നെ അമ്മ അവനെ ആശ്വസിപ്പിച്ച് കടയിൽ നിന്ന് മടക്കിക്കൊണ്ടു പോകുന്നു. മറ്റൊരു മിഠായി മേടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ നാം ചിന്തിക്കുന്നത്, മനുഷ്യരുടെ പ്രാർത്ഥന ദൈവം പലപ്പോഴും മറുപടി കൊടുക്കുകയോ സാധിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാരണമുണ്ട്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് മനുഷ്യനറിയില്ല. മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന കാര്യം തനിക്ക് സാധിച്ചു കിട്ടിയാൽ അതുകൊണ്ട് നന്മ വരുമോ? അതുകൊണ്ട് തനിക്കത് നന്മയായി ഭവിക്കുമോ? ഇത് അവനറിയില്ല. എന്നാൽ ദൈവത്തിനറിയാം. അവനിൽ ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ആത്മാവിനറിയാം ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സാധിപ്പിച്ചു കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതെല്ലാം ആത്മാവിനറിയാം. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ശബ്ദം പുറപ്പെടുവിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ രണ്ട് ശബ്ദം മനുഷ്യനിൽ നിന്ന് വരുന്നു. ഒന്ന്, മനുഷ്യൻ പഠിച്ചിട്ടുള്ള ഭാഷയിൽ നിന്ന് അവൻ്റെ ബുദ്ധിയിൽ ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവൻ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ അവൻ്റെ ആവശ്യമെന്ത് എന്നുള്ളത് അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ കൂടി ഒന്നുകിൽ അവൻ ചോദിച്ചത് കൊടുക്കരുതെന്നോ, അല്ലെങ്കിൽ അവനിപ്പോൾ വേണ്ട കാര്യം ഇന്നതാണെന്നും ഞരക്കങ്ങളാൽ പ്രാർത്ഥിക്കുന്നു. രണ്ട് പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം ശ്രദ്ധിക്കുന്നത് ഞരക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. അവനിൽ വസിക്കുമാറാക്കിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. അത് സാധിപ്പിച്ചു കൊടുത്താൽ അപകടമില്ല. അവൻ ബുദ്ധിയിൽ ചോദിച്ച കാര്യം, അവൻ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചു കൊടുത്താൽ ഒരുപക്ഷെ അവൻ്റെ പ്രാണന് ഹാനി വരും. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ച വിഷയം ദൈവം സമ്മതിക്കാതെ, സാധിപ്പിച്ചു കൊടുക്കാതെ, ഞരക്കത്താൽ പ്രാർത്ഥിച്ച വിഷയം സാധിപ്പിച്ചു കൊടുക്കും. അവന് ദുഃഖമായി. നാം ആദ്യം പറഞ്ഞതുപോലെ, കുട്ടിക്ക് ഗ്യാസ് മിഠായി കിട്ടാത്തത് ദുഃഖമായി. കുട്ടിക്ക് മറ്റൊരു ഭക്ഷണ പദാർത്ഥം മേടിച്ചു കൊടുത്തത് അവൻ തൃപ്തിപ്പെടാതെ, അവൻ ചോദിച്ചത്
തനിക്ക് ലഭിച്ചില്ല എന്നുള്ള കാരണത്താൽ വിഷാദമുള്ളവനായി തോന്നും. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു തൻ്റെ ഉള്ളത്തിൽ ഒരാഗ്രഹം ഉണ്ടായത് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ വിടുവിക്കണം. അതായത് കാൽവരിയിലേക്ക്, ക്രൂശീകരണത്തിലേക്ക് പോവുകയാണ്. ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. യഥാർത്ഥത്തിൽ എൻ്റെ നന്മയ്ക്കും എല്ലാ നന്മയ്ക്കും എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ദൈവം തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്നുള്ളതല്ല, പിന്നെയോ പ്രാർത്ഥന ദൈവം കേട്ട് ഇനി എൻ്റെ ആവശ്യങ്ങൾ എന്തെന്നറിയുന്ന ദൈവം അത് പ്രാണന് ദോഷം വരാതെ വണ്ണം സാധിപ്പിച്ചാൽ മതി, ദൈവേഷ്ടം നടക്കട്ടെ എന്നുണ്ടെങ്കിൽ ഒരു നിരാശയ്ക്കും വകയില്ല.